ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ആർക്കും ചെയ്യാം. കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എടുക്കുക, ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്. ഇതൊരു 300 ഗ്രാം ചിക്കൻ വരും. നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മിനിമം 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അതിനുശേഷം കുറച്ച് മതി, ഇത് പാൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സൈഡ് ഒരു 1-1.5 മിനിറ്റ് മാത്രം ഒന്ന് കുക്കായാൽ മതി. അതിനുശേഷം അത് തിരിച്ചിടുക. വീണ്ടും ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ടോസ് ചെയ്യുക. മാക്സിമം ഒരു 5 മിനിറ്റിൽ തന്നെ ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം സെയിം പാനിൽ തന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ ചേർക്കുക, ഒരു നല്ല പീസ്. അപ്പോൾ ഈ ബട്ടറൊക്കെ ചേർത്തപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വിഭവം ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ചേർക്കുന്നത്. അതുമിട്ട് ഒന്ന് നന്നായി വഴറ്റുക. ഇത് കുറച്ച് റോ അണ്ടിപ്പരിപ്പാണ്, നമ്മൾ വറുത്തെടുത്തൊന്നുമല്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് വഴറ്റുക. വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കണം, പിന്നീട് കുറച്ച് വിനീഗർ, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, അതിനുശേഷം കുറച്ച് ഗരം മസാല, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചും കൂടെ കളർ വേണമെന്നുള്ളവർക്ക് ഇച്ചിരും കൂടെ ഇടാം. അപ്പം നമ്മൾ ബട്ടർ ചിക്കനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നുടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്യുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കുമ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ബ്ലെൻഡറിലാണ് ഞാനിപ്പോൾ അരച്ചത്, അല്ലെങ്കിൽ ഈ മിക്സിയിൽ ജാറിൽ അരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ വേസ്റ്റേജ് വളരെ കുറവാണ്, എന്നാൽ സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം പാനിൽ തന്നെ നമ്മൾ ഈ അരച്ചെടുത്ത് നമ്മുടെ ഗ്രേവി ഇട്ടു. അതിനുശേഷം നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ, പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് ബട്ടർ, ഇത് ബട്ടർ ചിക്കൻ ആണല്ലോ, കുറച്ച് കസൂരി മേത്തി ഒന്ന് പൊടിച്ചിടണം, കുറച്ച് ക്രീമും കൂടെ ചേർത്ത് ഒരു മീഡിയം തീയിലൊരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇതിരുന്നൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് ഒരു നല്ല മണമൊക്കെ വരും. അപ്പോൾ ഇത് ഇരുന്നൊന്ന് വേവട്ടെ. ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ആർക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബട്ടർ ചിക്കനിൽ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് വന്ന് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഒന്ന് ചെയ്തേക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മളിത് പ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരല്പം ക്രീമും കൂടെ, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ കിട്ടുന്നത്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി.